എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു ആനിമേഷൻ്റെ ഡയറക്ടർ ആണെങ്കിൽ നമ്മളുടെ ഷിയാൻ്റെ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ് അവിടെ എത്തുന്നത്. അവർക്കാണെങ്കിൽ നമ്മുടെ ഷിയാൻ വരച്ച് ഡ്രോയിങ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അവരാണെങ്കിൽ അവളെ നല്ലതുപോലെ പൊക്കി പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ ഷിയാൻ്റെ സീനിയർ ആണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, നിനക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. എന്നാൽ നമ്മളുടെ ഷിയാൻ പറയും, എനിക്കിപ്പോൾ വേറൊരു കാര്യം അർജൻറ്റായിട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ നേരെ CEO വർക്ക് ചെയ്യുന്ന ആ കടയില്ലേ അവിടെയായിട്ട് വന്നിരിക്കുന്നതാണ്. അവളവിടെ വന്നിരുന്ന് എല്ലാം പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. ഇത് കാണുന്ന CEO വന്നിട്ട് ചോദിക്കും, നിന്നെ കൊണ്ടിത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിനക്കിത് ഡ്രോപ്പ് ചെയ്യാം. എന്നാൽ നമ്മുടെ ഷിയാൻ പറയും, അങ്ങനെയൊന്നുമില്ല, ഞാനതെല്ലാം മാനേജ് ചെയ്തോളാം എന്ന്. അങ്ങനെ അവളിരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ CEO ആണെങ്കിൽ അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നേ. അവിടെയായിട്ട് ഷിയാൻ ഇരിക്കുമായിരുന്നു. അവസാനം അവൻ വന്നിട്ട് പറയും, നിനക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണേ, ഞാൻ നിന്റെ ഹോസ്റ്റൽ വരെ കൊണ്ടാക്കാം എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മളുടെ CEO ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു മെറ്റീരിയൽ കൊടുത്തിട്ട് പറയുന്നേ, ഇത് നീ വെച്ചോ, നിനക്ക് ഇഷ്ടപ്പെട്ട നീ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പെങ്കൊച്ചിനുണ്ടെങ്കിൽ കൊടുത്തോ എന്ന്. ഇത് കേൾക്കുന്നേ അവൻ്റെ ഫ്രണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടില്ലേ അവൾക്ക് കൊണ്ടുവന്ന് ഇതങ്ങ് കൊടുക്കും. അവളാണെങ്കിൽ ഇതും കൊണ്ടുവന്ന് പഠിക്കാനായിട്ടിരിക്കുന്ന കാണുന്നേയും ഷിയാന് മനസ്സിലാവും, അതായത് ഇത് CEOയുടെ നോട്ട്സ് ആണ് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഇത് കടം വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ വീണ്ടും CEOയുടെ അടുത്തായിട്ട് വരുന്നതാണ്. അവിടെ ഇരുന്നിട്ട് അവൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സമയത്ത് അവനാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, നിന്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഷിയാൻ പറയുക, അതെല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എന്ന്. അവിടെ നമ്മുടെ ഷിയാൻ്റെ കയ്യിലായിട്ട് CEO കൊടുത്ത ആ മെറ്റീരിയൽ ഇല്ലേ അതും ഉണ്ടായിരുന്നു. അവനത് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ റിസൾട്ട് വരുന്നതാണ്. നമ്മളുടെ ഷിയാന് നല്ല പേടിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ CEOയും അതേ ഇങ്ങനെ നടന്നു പോകും. അവനും ആ നോട്ടീസ് ബോർഡിലൊന്ന് ശ്രദ്ധിക്കും. ആ സമയത്ത് അവൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാൻ്റെ ഡ്രോയിങ് ആണ്. ഇത് കാണുന്നവന് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ ഷിയാൻ വന്നിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, അതായത് അവൾ ഇവിടെ പാസ്സായി എന്ന്. ഇത് കാണുന്ന അവൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന CEOയുടെ പ്രൊഫസർ ആണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നേ, അതായത് ആ ഷിയാൻ പാസ്സായിട്ടുണ്ട്, അവളുടെ മാർക്കൊക്കെ നല്ലതാ, അവളുടെ ആ ഒരു മാത്സ് സോൾവ് ചെയ്യുന്ന ആ ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്, നീ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ അവൾ സോൾവ് ചെയ്യുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ CEO പറയും, അവൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അവൾ നല്ല ഹാർഡ് വർക്കിങ്ങും ആണ് എന്ന്. ഇത് കേൾക്കുന്നേ ആ സാറ് പറയും, എന്തൊക്കെയായിരുന്നാലും ഇനിയും ഒരു എക്സാം ഉണ്ട് എന്ന്. ആ സമയത്ത് നമ്മുടെ ഷിയാൻ അവിടേക്ക് വരും. അവളാണെങ്കിൽ പാസ്സായി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണെങ്കിൽ സാറ് പറയും, നല്ല മാർക്കാണ് നിനക്ക്, എന്തൊക്കെയായിരുന്നാലും അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിനക്കാണെങ്കിൽ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ CEOനെ കാണുന്നതും ഷിയാൻ വന്നിട്ട് പറയും, കണ്ടില്ലേ ഞാനിപ്പോൾ ഈ എക്സാമിന് പാസ്സായി, ഞാൻ നിൻ്റെ കൂടെ പുറത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചടുത്തില്ലേ. ഇത് കേൾക്കുന്നേ നമ്മളുടെ CEO പറയും, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ, നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്താൽ പോരെ, ഇതൊക്കെ ഭയങ്കര പാടാണ്, നീ വിചാരിക്കുന്ന പോലെ അല്ല, അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊരിക്കലും ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, പിന്നെ നീ എന്തിനാ ഇത്ര എഫേർട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷിയാനാണെങ്കിൽ പറയും, എന്തൊക്കെയായിരുന്നാലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തിരിക്കും, അതിന് ഞാൻ നിന്നെ നോക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഷിയാൻ അവിടെ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അവിടെ പ്രൊഫസർ ആണെങ്കിൽ എക്സാമിൽ പാസ്സായ എല്ലാവരെയും അവരുടെ ക്ലാസ്സിലായിട്ടൊക്കെ കൊണ്ടുവരുന്നതാണ്. നമ്മളുടെ ഷിയാനാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അവളാണെങ്കിൽ അറ്റ് എ ടൈം ഇത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആർട്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അവളുടെ മെയിൻ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവളെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര പാടാണ്. എങ്കിലും നമ്മുടെ ഷിയാനാണെങ്കിൽ വേറെ എക്സ്ക്യൂസ് ഒന്നും പറയാണ്ട് ഇതെല്ലാം നല്ല പ്രോപ്പറായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാനാണെങ്കിൽ CEOനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ CEO വീണ്ടും അവളുടെ അടുത്ത് പറയും, നിനക്കിതൊക്കെ ഭയങ്കര പാടാണെങ്കിൽ എന്തിനാ നീ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന്. എന്നാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ പിന്തിരിയാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ഷിയാൻ്റെ സാറില്ലേ അയാൾ വന്നിട്ട് ഷിയാന് വേറൊരു കണക്ക് കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയും, നീ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടുത്തെ പെർമനൻറ്റ് മെമ്പർ ആക്കാം എന്ന്. അങ്ങനെ നമ്മുടെ ഷിയാനാണെങ്കിൽ അവിടെ മാക്സിമം ഇത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതേപോലെ തന്നെ ഇവക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പണികളില്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ CEO ആയിരുന്നാൽ കൂടി അവളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും, അതായത് അവളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ ആ മാത്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നല്ലതുപോലെ സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവസാനം നമ്മുടെ CEOയുടെ അടുത്തായിട്ട് വരുന്നതാണ്. അവനങ്ങനെ അവൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ ഷിയാനാണെങ്കിൽ CEOയുടെ പെയിൻറ്റിങ് വരയ്ക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നതും CEOയ്ക്ക് ഭയങ്കര ഇഷ്ടമാവും. അവനാണെങ്കിൽ അവിടെ പറയും, ഈ പെയിൻറ്റിങ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. അപ്പോഴാണ് നമ്മുടെ ഷിയാൻ പറയുന്നത്, എന്തൊക്കെയായിരുന്നാലും ആദ്യത്തെ പെയിൻറ്റിങ്ങിൻ്റെ അത്രയും വരത്തില്ല എന്ന്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ ഷിയാനാണെങ്കിൽ അന്ന് ഡ്രോയിങ് കോമ്പറ്റീഷന് പോയ സമയത്ത് അവൾ വരച്ച പടം വേറെ ആരുടെയല്ല, നമ്മുടെ CEOയുടെ തന്നെയായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കും, നീ അന്ന് ഇതൊരു സീക്രട്ടാണെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ഷിയാൻ പറയും, എന്നെ സംബന്ധിച്ച് നീ ഒരു സീക്രട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് അന്ന് പറയാഞ്ഞ്. എന്തൊക്കെയായിരുന്നാലും എൻ്റെ ഹാപ്പിനെസ്സിൽ
അതിലൊന്നാണ് നീയും അതേപോലെ തന്നെ ഡ്രോയിങ്. അപ്പോൾ നമ്മളുടെ സി വി ആണെങ്കിൽ അവളെ ഉപദേശിക്കാൻ തുടങ്ങും. നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്താൽ മതി, ആവശ്യമില്ലാതെ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഷിയാൻ പറയും, എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അതിനകത്ത് എനിക്ക് വേറെ ആരും പറയുന്നതൊന്നും കേൾക്കണമെന്നോ ഒരു താല്പര്യമില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സി വി ആണെങ്കിൽ ഇവൾക്ക് മാത്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇവളാണെങ്കിൽ കണക്കൊക്കെ ചെയ്യുമെങ്കിൽ അതെല്ലാം പൊട്ടത്തെറ്റാ. ഇവനാണെങ്കിൽ പറയും ഇപ്പം ചെയ്തതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയാൻ പറയും, നീ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ എന്നെ ഇപ്പോഴും പണ്ടത്തെ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നേന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ സി വി പറയും, അത് നിനക്കാണെങ്കിൽ ഒരു മാറ്റം ഇല്ലാഞ്ഞിട്ടാ, നീ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും പൊട്ടത്തെറ്റാ എഴുതി വെക്കുന്നേന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരോട് പുറത്തോട്ട് ഇറങ്ങും. അവിടെ നമ്മളുടെ സി വി ആണെങ്കിൽ ഷിയാനെ ഉപദേശിക്കാൻ നോക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്കിത് ഡ്രോപ്പ് ചെയ്തൂടെ എന്ന്. എന്നാൽ നമ്മളുടെ ഷിയാൻ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, നിനക്ക് പോകണമെങ്കിൽ പോവാം, ഞാൻ എന്തായിരുന്നാലും ഈ മാത്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തോട്ട് കയറി അങ്ങ് പോവും. സി വി ആണെങ്കിൽ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. എന്നാൽ അതേസമയം തന്നെ അവിടെ നല്ലതുപോലെ കറണ്ട് പോവും. ഇത് കാണുന്നേ നമ്മളുടെ സി വി പെട്ടെന്ന് അങ്ങ് നെർവസ് ആവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാൻ ഇരുട്ട് പേടിയാ, അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ അവൻ വേഗം തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറി വരും. സി വി ആണെങ്കിൽ നമ്മളുടെ ഷിയാന്റെ പേര് കിടന്ന് വിളിക്കും. എന്നാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ സി വിയെ കാണുന്നേ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ മണ്ടയിലായിട്ട് ചാടി അങ്ങ് വീഴും. നമ്മളുടെ സി വി നല്ലതായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവളുടെ മണ്ടയിൽ കൂടി വന്ന് അങ്ങ് വീഴും. പെട്ടെന്ന് തന്നെ രണ്ടുപേരോട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. അവിടെയാണെങ്കിൽ വേഗം തന്നെ കറണ്ട് വരും. അപ്പോൾ നമ്മളുടെ സി വി എഴുന്നേറ്റിട്ട് ചോദിക്കും, നീ എന്തിനാ ഇപ്പം എന്നെ പേടിപ്പിച്ചേന്ന്. അതേപോലെ തന്നെ ഷിയാൻ ചോദിക്കും, അല്ല നീ ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടോട്ട് തിരിച്ചു കയറി വന്നത്. ആ സമയത്ത് നമ്മളുടെ സി വി പറയും, അത് ഞാൻ എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇവിടെ മറന്നു വെച്ചിട്ട് പോയായിരുന്നു എന്നും പറഞ്ഞിട്ട് അവൻ കള്ളം പറയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മളുടെ ഷിയാൻ ആ സാറിന് അവളുടെ ആ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇല്ലേ അതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. സാറ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അയാളാണെങ്കിൽ പറയും, നിന്റെ മാത്സ് സോൾവ് ചെയ്യുന്ന രീതി സി വി മാത്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, അവനാണെങ്കിൽ അതിനകത്ത് പാഷൻ ഉണ്ട്, എന്നാൽ ഞാൻ നിന്റെ കണ്ണിൽ അതിന് വേണ്ടിയിട്ട് പാഷൻ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ നീ ഈ ക്ലബിൽ ജോയിൻ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചും കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. എന്നാലും നമ്മളുടെ ഷിയാനാണെങ്കിൽ അതൊന്നും വിട്ടുകളയാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ സാറാണെങ്കിൽ നമ്മളുടെ സി വിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ ആ സാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മളുടെ സി വി സാറിൻ്റെ അടുത്ത് ചോദിക്കും, സാർ എന്നാലും എന്തിനാണ് ഷിയാന് തേർഡ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കൊടുത്തേ എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ സി വിയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തും. ഉടനെ തന്നെ ആ സാറാണെങ്കിൽ പറയാൻ തുടങ്ങും, നിന്റെ ശ്രദ്ധ എവിടെയാണ്, എനിക്കറിയാം നിന്നെ അത് നല്ലതുപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്, നീ എന്തായിരുന്നാലും നിന്നെ നല്ലതുപോലെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ് സാർ അവനെ ഉപദേശിച്ചിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ സി വിക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഡെസ്കിലായിട്ടൊരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് വെക്കുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് താങ്ക് യു പറയാൻ വേണ്ടിയിട്ട്. അവൻ അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ. അതേസമയം തന്നെ അവിടെ ആയിട്ട് ഡോങ് വരും. അവൻ വന്നിട്ടാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയും, നീ എന്തിനാ ഈ സി വിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൻ നിനക്ക് വേണ്ടിയിട്ട് ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ റെഡി അല്ലല്ലോ. അവനാണെങ്കിൽ ആ സാറിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, അതായത് നീ ആണെങ്കിൽ ഈ ക്ലബിൽ ജോയിൻ ചെയ്യാൻ അർഹയല്ല, നിന്നെ അതുകൊണ്ട് പാസ്സാക്കരുത് എന്ന്. ഞാനതൊക്കെ എൻ്റെ ചെവി കൊണ്ട് കേട്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഷിയാനങ്ങ് ഭയങ്കര അപ്സെറ്റ് ആവും. അവൾ പറയും, സി വി ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന്, അവൻ എനിക്ക് വേണ്ടി ഒന്ന് സാക്രിഫൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിയാൻ അവളുടെ ഡെസ്കിലായിട്ട് വന്നിരുന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുന്നതാണ്. അവളുടെ മൈൻഡ് ഫുള്ള് ഇതായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ സി വി ആണെങ്കിൽ അവൻ്റെ ഡെസ്കിൽ വരുന്ന ഈ ചോക്ലേറ്റ് കാണും. അവനിത് കാണുന്നതും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉള്ള പെണ്ണില്ലേ അവളാണെങ്കിൽ അവളുടെ ലാപ്ടോപ്പ് ആയിട്ട് വരും. എന്നിട്ട് പറയും, അതിനകത്തൊരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരുമോ എന്ന്. അങ്ങനെ നമ്മളുടെ സി വി ആണെങ്കിൽ അതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ചോക്ലേറ്റ് ബോക്സ് തുറന്നിട്ട് അതിനകത്തുള്ളൊരു ചോക്ലേറ്റ് എടുത്തങ്ങ് കഴിക്കും. ഇത് കാണുന്നത് നമ്മളുടെ സി വി ഭയങ്കര അപ്സെറ്റ് ആവും. അവനാണെങ്കിൽ ചോദിക്കും, നീ ആരെടുത്ത് ചോദിച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചത്, അതെനിക്ക് ഒരാൾ തന്നതായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന ആ പെണ്ണിന് ദേഷ്യം വന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ ഭയങ്കര മോശമാണ്, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് പുതിയ ചോക്ലേറ്റ് വേണോ, അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവളുടെ ലാപ്ടോപ്പ് എടുത്ത് ചോക്ലേറ്റ് ബോക്സ് എടുത്തിട്ട് അങ്ങ് പോകും. സി വി ആണെങ്കിൽ അവിടെ അത് തടയാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ പെണ്ണാണെങ്കിൽ ചോക്ലേറ്റ് എടുത്തുകൊണ്ട് അങ്ങ് പോയായിരുന്നു. അവൾ അങ്ങനെ നേരെ വരുന്നത് ആർട്സ് ക്ലബിലായിട്ടാണ്. അവളവിടെ ചോക്ലേറ്റ് വെക്കുന്നതാണെന്നെങ്കിൽ നമ്മളുടെ ഷിയാൻ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൾ വന്നിട്ട് ചോദിക്കും, ഈ ചോക്ലേറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. ഉടനെ തന്നെ ആ പെണ്ണ് അവിടെ കള്ളം പറയും, അതായത് സി വിയെ തന്നേന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഷിയാൻ ഭയങ്കര തകർന്നു പോയായിരുന്നു. അവളാണെങ്കിൽ വേഗം തന്നെ സി വിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഞാൻ തന്ന ചോക്ലേറ്റ് ബോക്സ് ആ പെണ്ണിന് കൊടുത്തേ എന്ന്. അപ്പോൾ നമ്മളുടെ സി വി പറയും, ഞാൻ കൊടുത്തേയല്ല, അവൾ എടുത്തിട്ട് പോയതാ എന്ന്. അപ്പോൾ ഷിയാൻ പറയാനായിട്ട് തുടങ്ങും, നിനക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റും ഇല്ല, നീ എന്തിനാ വെറുതെ ഓരോരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം നീ അത് മനഃപൂർവ്വം ചെയ്തയാ എന്ന്. നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് അറിഞ്ഞായിരുന്നു നീ നിൻ്റെ പ്രൊഫസറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഈ ക്ലബിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ സി വി പറയാനായിട്ട് തുടങ്ങും, ഞാൻ നിൻ്റെ അടുത്ത് ഓൾറെഡി
ഓൾറെഡി പറഞ്ഞില്ലേ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ ഷിയാൻ പറയും നമ്മൾ രണ്ടുപേരും കൂടി 3 വർഷമായിട്ട് ഒരുമിച്ചായിരുന്നു, അതൊന്നും നിന്നെ സംബന്ധിച്ച് ഒന്നുമല്ല എന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ റെഡിയായത്. അത് നിനക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ, ഇനി എന്തായിരുന്നാലും ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല എന്ന് പറഞ്ഞ് ഷിയാൻ അവിടെ നിന്ന് വേഗം ഓടി അങ്ങ് പോകും. സത്യത്തിൽ നമ്മളുടെ സീവയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവളിങ്ങനെ പറയുന്നതൊക്കെ നമ്മളുടെ സിക്കി അവിടെ എന്നിട്ട് കേൾക്കും. സിക്കി ആണെങ്കിൽ സീവ എടുത്ത് വന്നിട്ട് ചോദിക്കും നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കത്തില്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ സീവയെ ഭയങ്കര ഇമോഷണലായിട്ട് പറയും ഇല്ല ഞാൻ അവളുടെ അടുത്ത് ഒന്നും പറയത്തില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവളുടേതായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവൾക്ക് എന്താ വേണ്ടത് മനസ്സിലാവത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ബൈക്കോങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും അതിനകത്ത് നമ്മളുടെ ഷിയാൻ്റെ ഒരു ഫോട്ടോ കാണും. ഇത് കാണുന്നേ അവൻ വേഗം തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതാണ്. ആ സ്ഥലത്തായിട്ട് നമ്മുടെ ബൈക്കോങ് എത്തും. അവൻ വന്നിട്ട് ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ഷിയാൻ പറയും ഞാൻ ബസ് കാത്ത് നിൽക്കുക എന്ന്. അവസാനം നമ്മുടെ ബൈക്കോങ് ആണെങ്കിൽ ഷിയാന് ലിഫ്റ്റ് കൊടുക്കും. അവൻ ചോദിക്കും എന്ത് പറ്റി നീ ഇങ്ങനെ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്നേ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാൽ നമ്മുടെ ഷിയാൻ ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവളാണെങ്കിൽ പറയും ബൈക്കോങ് നിങ്ങൾ ഭയങ്കര ബിസി അല്ലേ, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനുള്ള ടൈം പോലും കാണത്തില്ലല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ബൈക്കോങ് അവിടെ പറയും എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ബൈക്കോങ് നേരെ നമ്മുടെ ഷിയാനെയും കൊണ്ടുവരുന്ന ഒരു എക്സിബിഷൻ ഹാളിലായിട്ടാണ്. അവിടെയാണെങ്കിൽ പെയിന്റിംഗ് ഒക്കെ കാണുന്നേ നമ്മുടെ ഷിയാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇത് കാണുന്നേ നമ്മുടെ ബൈക്കോങ്ങിന് മനസ്സിലാവും അവൾ ഭയങ്കര അപ്സെറ്റായെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയവയും സിക്കിയും കൂടി ഒരുമിച്ചിരിക്കാൻ നേരത്ത് സിയവയുടെ ഫോണിലായിട്ട് ഷദിയുടെ കോൾ വരുന്നതാണ്. അവളാണെങ്കിൽ പറയും ഞാൻ നിന്റെ കോളേജിന് പുറത്തുണ്ട്, മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നോ, എനിക്ക് ആ സിക്കിനെ കണ്ടുപിടിക്കണം, എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് അവനെ പറ്റി അറിയാം എന്ന്. എന്നാൽ ഇവിടെ നമ്മളുടെ സിയവയാണെങ്കിൽ കള്ളം പറയും, അതായത് സിക്കിനെ പറ്റി അവനൊന്നും അറിയത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയാനാണെങ്കിൽ അവളുടെ ആ ആർട്സിൻ്റെ ഗ്രൂപ്പില്ലേ അവിടെയായിട്ട് വന്നിട്ട് അവളുടെ സീനിയർ അടുത്ത് പറയുന്നതാണ് അവൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അവിടെയാണെങ്കിൽ അവളുടെ സീനിയർ പറയാൻ തുടങ്ങും നീ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്ന് പറഞ്ഞേക്കുന്നത്, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സിഇഒയുടെ ആ ക്ലാസ് റൂം കാണിക്കും. അവിടെയാണെങ്കിൽ ഷിയാൻ ഇപ്പോൾ ക്ലാസ്സിൽ വന്നിട്ടേ ഇല്ല. അവിടെ സാർ ഇങ്ങനെ പറയാൻ തുടങ്ങും ഷിയാനാണെങ്കിൽ എന്തോ സുഖമില്ല, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാൻ നേരെ അവളുടെ സീനിയറിൻ്റെ കയ്യിൽ നിന്ന് ആ ഡയറക്ടറിൻ്റെ നമ്പർ വാങ്ങിയിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരെ വന്ന് കണ്ടിട്ട് അവളാണെങ്കിൽ അവളുടെ പെയിൻറ്റിംഗ് ഒക്കെ അവരുടെ കൊടുക്കും. അപ്പോൾ അവർ പറയും എന്തൊക്കെയായിരുന്നാലും ഞങ്ങളാണെങ്കിൽ നിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നിന്നെ കാര്യം അറിയിക്കുക എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ സിഇഒയാണെങ്കിൽ ഷദീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും സിക്കി എവിടെയാണ്, എനിക്ക് നന്നായിട്ടറിയാം അവൻ എവിടെ പോയാലും നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന്. അവനാണെങ്കിൽ ഇപ്പോൾ 5-6 ദിവസമായിട്ട് സ്കൂളിലും വരുന്നില്ല. ഉടനെ തന്നെ നമ്മളുടെ സിഇഒ പറയും അവനെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷദിയോടെ പറയാൻ തുടങ്ങും എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് അവൻ എവിടെ പോയെന്ന് അറിയാം, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞത്. നീ എന്തൊക്കെയായിരുന്നാലും എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ വിചാരിച്ചേ. അവനാണെങ്കിൽ എൻ്റെ അടുത്ത് ബ്രേക്കപ്പും പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്, അവൻ എൻ്റെ അടുത്ത് റീസൺ കൂടി പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിഇഒ അവളെ ഉപദേശിക്കാൻ തുടങ്ങും നീ നിൻ്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, നീ അതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഷദിയാണെങ്കിൽ സിഇഒ എടുത്ത് തിരിച്ചു ചോദിക്കും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ഷിയാ നിൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് പോലും പറയാണ്ട് പെട്ടെന്ന് അങ്ങ് അപ്രതീക്ഷ ആയി കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഫീൽ ആകും, നിനക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഇത് കേൾക്കുന്നത് നമ്മളുടെ സിഇഒയ്ക്ക് എന്ത് പറയണോ എന്നറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ ഷദിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ഹോട്ടലിലായിട്ട് എത്തുന്നതാണ്. അങ്ങനെ രണ്ടുപേരോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ സിഇഒയുടെ ക്ലാസ്സിലായിട്ട് അവൻ്റെ പ്രൊഫസർ വന്നിട്ട് പറയും ഷിയാൻ എന്നെ കാണാൻ വന്നായിരുന്നു, അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾ ഇനി ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ റെഡിയല്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ സിഇഒ ഭയങ്കര അപ്സെറ്റ് ആവും, അവനിപ്പോൾ എന്ത് വേണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷിയാനാണെങ്കിൽ സിഇഒനെ ഇഗ്നോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവളിപ്പോൾ അവനെ കണ്ട ഭാവം പോലും നടിക്കത്തില്ല. അതേസമയം തന്നെ അവിടെയായിട്ടുള്ള സീനിയർ വന്നിട്ട് പറയും അതായത് നിന്നെയാണെങ്കിൽ ആ മാനേജർ കോൺടാക്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, നിൻ്റെ കൂടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന്. അങ്ങനെ അവൾ ഭയങ്കര സന്തോഷത്തിൽ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവരാണെങ്കിൽ അവിടെ നമ്മളുടെ ഷിയാന് വേണ്ടിയിട്ട് കോൺട്രാക്ട് എടുത്ത് കൊടുക്കും. അവളാണെങ്കിൽ പറയും എനിക്കിത് വായിക്കാൻ കുറച്ച് സമയം വേണോ എന്ന്. എന്നാൽ അവർക്കാണെങ്കിൽ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. അവർ പറയും ഞങ്ങളുടെ കയ്യിൽ അധികം സമയമില്ല എന്ന്. എന്നാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ അവരെ വിശ്വസിച്ചിട്ട് അവളത് വായിക്കാണ്ട് തന്നെ സൈൻ ചെയ്ത് അങ്ങ് കൊടുക്കും. യഥാർത്ഥത്തിൽ ഈ പണി എല്ലാം ചെയ്തത് നമ്മളുടെ ബൈക്കോങ് ആയിരുന്നു. അവൻ അങ്ങനെ ഈ ക്ലബിലുള്ള ആൾക്കാരെ എല്ലാം കൂടി വിളിച്ച് ഒരു മീറ്റിംഗ് തന്നെ അറേഞ്ച് ചെയ്യും. അവിടെ നമ്മളുടെ ഷിയാനും സീവയും എല്ലാവരും എത്തും. സീവയും ഷിയാനും കൂടി ബൈക്കോങ്ങിനെ കാണുന്നതും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഡിഷ് പോലും നമ്മളുടെ ബൈക്കോങ് പറഞ്ഞതിൻ്റെ പേരിൽ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ കാണുന്ന ഈ സീവയ്ക്ക് ഭയങ്കര ജലസാവും. അവിടെയാണെങ്കിൽ നമ്മളുടെ സീവനെ ഇഷ്ടപ്പെടുന്ന പെണ്ണില്ലേ അവളാണെങ്കിൽ ചോദിക്കും അതായത് ബൈക്കോങ്ങും ഷിയാനും പണ്ട് തൊട്ടേ ഫ്രണ്ട്സ് ആണല്ലേ, ഇനി ഒരു പക്ഷേ ബൈക്കോങ്ങിന് അവളുടെ അടുത്ത് ഇഷ്ടം
വല്ലതും ഉണ്ടോ എന്ന്. ബൈക്കോ ആണെങ്കിൽ അത് കേൾക്കുന്നതും അങ്ങ് സമ്മതിച്ചു കൊടുക്കും, എനിക്ക് ഷിയാനെ ഇഷ്ടവാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയ്ക്ക് ഭയങ്കര ജലസാവും. അവൻ വേഗം തന്നെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സീവനെ കാണാൻ വേണ്ടിയിട്ട് ബൈക്കോങ് വരുന്നതാണ്. അവനാണെങ്കിൽ സീവ എടുത്ത് പറയും, ഷിയാൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ പണ്ട് തൊട്ടേ അവളെ എന്നെ ഏൽപ്പിച്ചതാ, ഞാൻ അവളെ പൊന്നു പോലെ നോക്കണമെന്നും പറഞ്ഞിട്ട് ഞാനതിന് വില്ലിങ്ങുമാണ്. ഇനി മേല നീ അവളുടെ ലൈഫിലോട്ട് വരരുത്, നിന്റെ ശല്യം കാരണമാണ് അവളിപ്പോൾ ഇത്രയും വിഷമത്തിലിരിക്കുന്നേ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ സീവയ്ക്ക് ഭയങ്കര ജലസായിട്ട് അവനും തിരിച്ചു പറയാൻ തുടങ്ങും, അവളുടെ ലൈഫിൽ നിന്ന് നിങ്ങളാണ് പോവേണ്ടത്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒരിക്കലും അവളെ വിട്ട് കളയത്തില്ല, അവളൊരു ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കൂടെ മാത്രമായിരിക്കും എന്ന്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഷിയാനും അവിടോട്ട് വരും. അവളാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോവും. അവളുടെ പുറകെയായിട്ട് നമ്മളുടെ സീവയും വരും. സീവ ഇവളെ പിടിച്ചു നിർത്തിയിട്ട് അവളുടെ അടുത്ത് സോറി പറയും. അപ്പം നമ്മളുടെ ഷിയാനാണെങ്കിൽ ചോദിക്കും, അല്ല നിന്റെ ഉദ്ദേശം എന്തുവാ, നിനക്ക് എൻ്റെ അടുത്ത് സോറി പറയാനൊക്കെ അറിയാമല്ലേ, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, എന്ത് പറ്റി, നീ എപ്പോഴും ആഗ്രഹിക്കുന്ന ഞാൻ നിന്റെ പുറകെ തന്നെ നടക്കണമെന്നാണോ, എനിക്ക് എൻ്റേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷിയാൻ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. അവൾ പറയും, ഞാൻ എല്ലാം നിർത്താൻ തീരുമാനിച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അവൾ നല്ല വിഷമത്തിലായിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ സീവയ്ക്കും ഭയങ്കര സങ്കടമാവും. അവളങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ബൈക്കോങ്ങിനെ കാണും. അവനാണെങ്കിൽ ഇവളെ പിക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ ഞങ്ങൾ രണ്ട് സംസാരിച്ചൊക്കെ കേട്ടായിരുന്നോ എന്ന്. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, ഞാൻ ഒരുപാടൊന്നും കേട്ടില്ല, കുറച്ച് മാത്രമേ കേട്ടുള്ളൂ എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ സീവനെ കാണിക്കും. അവനാണെങ്കിൽ അവൻ്റെ റൂമിലെത്തുന്നതും ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. അതേപോലെ തന്നെ ഷിയാൻ അവളുടെ റൂമിലെത്തുന്നേ നമ്മളുടെ ഷദ്ദീനെ കോൾ ചെയ്യും. എന്നിട്ട് പറയും, ഞാനാണെങ്കിൽ സീവനെ മറക്കാൻ തീരുമാനിച്ചു, എനിക്ക് അവൻ്റെ അടുത്ത് ഇനി പ്രേമമൊന്നും ഇല്ല എന്ന്. ഉടനെ എന്നെ ഷദ്ദി എടുത്ത് പറയും, നീയും സിക്കിനെ മറക്കണമെന്ന്. എന്നാൽ ഷദ്ദിയാണെങ്കിൽ അവനെ മറക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, ഞാൻ അവനെ കണ്ടുപിടിച്ചിട്ടേ അടങ്ങത്തുള്ളൂ, എന്തൊക്കെയായിരുന്നാലും നിന്റെ തീരുമാനം എന്തായിരുന്നാലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ് എന്ന്. അവിടെ നമ്മളുടെ ഷിയാൻ പറയും, അവനെ പ്രേമിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, എന്നാൽ എനിക്ക് അവനെ മറക്കാൻ പറ്റും, അതെൻ്റെ കയ്യിലുള്ള മാത്രമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബൈക്കോ ആണെങ്കിൽ അവൾക്കൊരു ഗിഫ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവളത് തുറന്നു നോക്കുമ്പോൾ അതിനകത്താണെങ്കിൽ ഒരു ഡ്രോയിങ് പാഡായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയാനാണെങ്കിൽ ബൈക്കോങ്ങിനെ വിളിച്ചിട്ട് പറയും, എനിക്ക് എന്തിനാ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നത് എന്ന്. ഉടനെ തന്നെ ബൈക്കോങ് പറയും, നീ അത് ഗിഫ്റ്റായിട്ട് കൂട്ടണ്ട, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതിയാൽ മതി എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളുടെ അടുത്തത് വെച്ചേക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സീവയാണെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ നേരത്ത് അവിടെയായിട്ട് സിക്കിനെ കാണാതെയാണ്. അങ്ങനെ അവൻ വേഗം തന്നെ സിക്കിനെ വിളിക്കും. അപ്പോൾ അവൻ പറയും, ഷദീനി തേടി തേടി നിന്റെ വീട് വരെ എത്തിയാലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേക്കുക എന്ന്. അങ്ങനെ നമ്മുടെ സിക്കിയാണെങ്കിൽ നേരെ വരുന്ന ഒരു ബുക്ക് സ്റ്റോളിലായിട്ടാണ്. അവിടെയായിട്ട് നമ്മുടെ ഷദ്ദിയും വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അവസാനം പരസ്പരം കാണും. അവിടെയായിട്ട് നമ്മളുടെ ഷദ്ദിയാണെങ്കിൽ സിക്കിനെ എടുത്തിട്ട് ഓടിക്കും. അവനങ്ങനെ ഓടി ഓടി അവസാനം വന്നു കയറുന്ന നമ്മളുടെ സീവയുടെ വീട്ടിൽ തന്നെയാണ്. പിന്നീട് കാണിക്കുന്ന ഷദ്ദിയും ഷിയാനും കൂടി സംസാരിക്കുന്ന. അവിടെ ഷദ്ദി പറയും, എന്തൊക്കെയായിരുന്നാലും ആ സീവയെ എന്ത് കള്ളനാ, അവൻ എൻ്റെ അടുത്ത് ഒരു വാക്ക് കൂടി പറഞ്ഞില്ല, എനിക്ക് നന്നായിട്ടറിയാം സിക്കി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും എന്ന്. അങ്ങനെ നമ്മുടെ ഷിയാനും ഷദ്ദിയും കൂടി ചേർന്നിട്ട് സീവേനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവർ ഫോളോ ചെയ്യുന്നത് നമ്മളുടെ സീവയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് തിരിഞ്ഞു നോക്കും. അതേസമയം തന്നെ ഇവരും അങ്ങ് തിരിഞ്ഞു നിൽക്കും. എന്നാൽ ഇവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളുടെ സീവയാണെങ്കിൽ വേഗം തന്നെ അവിടെ തന്നെ പോയായിരുന്നു. അങ്ങനെ അവൻ അവൻ്റെ വീട്ടിലായിട്ട് വരും. അവിടെ നമ്മളുടെ സിക്കി ചോദിക്കും, നിന്നെ അവളുമാരാണ് കണ്ടായിരുന്നോ എന്ന്. ഉടനെ തന്നെ നമ്മുടെ സീവയെ പറയും, എന്നെ അവർ കണ്ടിട്ടില്ല, ഞാൻ അതിന് മുന്നേ തന്നെ എൻ്റെ വീട്ടിലോട്ട് വന്നു, അവർക്ക് എൻ്റെ വീട് അറിയത്തില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഷിയാനും ഷദ്ദിയും കൂടി ചേർന്നിട്ടേ സീവയുടെ വീടിന് മുമ്പിലായിട്ട് എത്തിയായിരുന്നു. അവരാണെങ്കിൽ അവിടെ കിടന്ന് വിളിച്ചു പോകും, മര്യാദയ്ക്ക് സിക്കിനെ ഇറക്കി വിട്, ഞാനല്ലെങ്കിൽ ഇപ്പം ഈ ഡോറ് പൊളിച്ച് അകത്തോട്ട് കയറി വരുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയും അതേപോലെ തന്നെ സിക്കിയും ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.